മാർച്ച് 30 സുവിശേഷ വഴികളിലൂടെ വിശുദ്ധ മത്തായി 28:1-15. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന സത്യത്തിന് സാക്ഷികളായതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കല്ലറയുടെ കാവൽക്കാരും യഹൂദ നേതൃത്വവുമാണ്. കല്ലറയ്ക്ക് കാവൽ ഏർപ്പാടാക്കിയപ്പോൾ എല്ലാം ഭദ്രമായി എന്നാണ് യഹൂദരും പുരോഹിതരും കരുതിയത്. ദൈവത്തെ കല്ലറയിലൊതുക്കി കാവൽ ഏർപ്പെടുത്തുന്ന മനുഷ്യൻ്റെ ഒരു ഗതികേട്. ചിലപ്പോഴെല്ലാം നമ്മൾ ചെയ്യുന്ന വിഡ്ഢിത്തവും ഇതുതന്നെ. ദൈവത്തെയും മനസ്സാക്ഷിയിൽ ഉയരുന്ന അവൻ്റെ സ്വരത്തെയും ഒതുക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നു. പുരോഹിത പ്രമുഖന്മാർക്ക് ഉറക്കം കെടുത്തുന്ന വാർത്തയുമായിട്ടാണ് കല്ലറയുടെ കാവൽക്കാരെത്തിയത്. യേശു ഉയർക്കുമെന്ന് വിചാരിച്ച ഏക വിഭാഗം യഹൂദ പുരോഹിതരായിരുന്നു. അതുകൊണ്ടാണ് അവർ കല്ലറയ്ക്ക് കാവൽ ഏർപ്പാടാക്കിയത്. യേശു ഉയർത്ത കാര്യം കാവൽക്കാർ ആവർത്തിച്ചപ്പോൾ അവർക്ക് പുനരാലോചനയ്ക്ക് ലഭിച്ച അവസാന അവസരം കൂടിയായിരുന്നു അത്. എന്നാൽ സ്വന്തം മുഖം രക്ഷിക്കാനുള്ള പരിപാടിയെക്കുറിച്ചാണ് അവർ ആലോചിച്ചത്. ഹൃദയം കഠിനമാക്കിയാൽ പിന്നെയൊരു തിരിച്ചുവരവില്ല. സത്യവും നീതിയും മുൻനിർത്തി ജീവിക്കുവാനും നിന്നിലുള്ള വിശ്വാസി സ്നാനപ്പെടാനും പ്രബോധനങ്ങൾക്കനുസരിച്ച് പുതുജന്മം പ്രാപിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.